ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാട്ടാന ഇടുക്കി ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനു സമീപത്താണ് കാട്ടാന റോഡിൽ ഇറങ്ങിയത്. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആൽവിനുണ്ട് വിവരങ്ങളുമായി. ആൽവിൻ, ആനയെ കാടുകയറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ ഗതാഗതം അവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടോ? എന്താണ് വിവരങ്ങൾ? രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പ്രധാന പ്രദേശമാണ് ഈ കൊച്ചി ധനുഷ്കോടിയുടെ പ്രധാന സ്ഥലങ്ങളിൽ വനമേഖല വരുന്ന ഒരു പ്രദേശമാണ് ഈ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം എന്നൊക്കെ പറയുന്നത്. ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തായിട്ടാണ് കാട്ടാന ഇറങ്ങിയത്. ഒറ്റയാനായിരുന്നു. അത് ഏറെ നേരം റോഡിൽ തങ്ങുകയും ഏതാണ്ട് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് താഴേക്കുള്ള മറ്റൊരു വനപ്രദേശത്തേക്ക് മാറുകയായിരുന്നു. ആളുകൾ ഓടിക്കാൻ ശ്രമിച്ചപ്പോഴും ആദ്യമൊക്കെ ഇത് മാറാൻ തയ്യാറായില്ല. പിന്നീട് അവിടെ തമ്പടിച്ച ശേഷം പിന്നീട് താഴേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന് തൊട്ടടുത്ത പ്രദേശമായ വാളറയിലും കുളമാങ്കുടി അതോടൊപ്പം തന്നെ പാട്ടയിടമ്പ പ്രദേശങ്ങളിലൊക്കെ വലിയ കാട്ടാന ശല്യം എപ്പോഴും പരാതി ഉയരുന്ന ഒരു പ്രദേശമാണ് ഇവിടം. അവിടേക്കാണ് ഇപ്പോൾ ഒരു ഒറ്റയാൻ റോഡിലേക്ക് ഇറങ്ങി വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയാണ്. ഇത് മൂന്നാറിലേക്കും അടിമാലിയിലേക്കും ഒക്കെ നേരിമംഗലം കടന്നു പോകുന്ന വഴിയാണ്. ഇതിന് ഈ കാന ഇറങ്ങിന് തൊട്ടടുത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. നിരവധി വിനോദസഞ്ചാരികളൊക്കെ അവിടെ വന്ന് ഈ വെള്ളച്ചാട്ടം കാണുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതിന് തൊട്ടടുത്താണ് ആന ഇറങ്ങി ഏതാണ്ട് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശങ്ങളിൽ ഇതിനോട് ചേർന്നുള്ള പ്രദേശമാണ് ഈ വാളറ. അവിടെ വലിയ കാട്ടാന ശല്യം എപ്പോഴും പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. യാത്രക്കാർക്കും ഇത് വലിയ ഭീഷണിയാണ്. പെട്ടെന്ന് ആനയുടെ മുമ്പിലേക്ക് വരുന്ന ഒരു അവസ്ഥയൊക്കെയും ഇതുണ്ട്. നമുക്ക് ഈ കാഴ്ചയിൽ കാണാവുന്നത് പോലെ നിരവധി വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നവരാണ് ഈ ആന റോഡിലിറങ്ങി തമ്പടിച്ച് 1 മണിക്കൂറോളം ദേശീയപാതയിൽ നിലകൊള്ളുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വനമേഖലയിലേക്ക് മടങ്ങുകയും ചെയ്തത്. ശരി ആൽവിൻ, ഓക്കെ.